ഗൈസ് വളരെ റിസ്ക് പിടിച്ചൊരു ഏരിയയിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ഫിഷിങ്ങിനായിട്ട് പോകണം കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, നല്ല ഇരുട്ടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ട കെട്ടി കല്ലിന് സൈഡിലായിട്ട് ഇടാൻ പോവുകയാണ്. ചെറുതായിട്ട് ചില ചൂണ്ട നമ്മൾ അകത്തോട്ട് എറിഞ്ഞിടും, എന്നിട്ട് അതിൽ ഓരോ മണി നമ്മൾ കെട്ടിയിടും. എന്നിട്ട് നമ്മൾ ആ സ്പോട്ടിലൊന്നും കാണൂല. ഏകദേശം ഒരു 8 ചൂണ്ട നമ്മൾ ഇടാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യും. മണിയുടെ കിലുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും. ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഡിക്കേറ്ററായ മണികൾ. ഈ ചൂണ്ടയിൽ കെട്ടാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചാള. അത്യാവശ്യം ഫ്രഷ് ചാള തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മണി ഫസ്റ്റ് ആണ് എറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ കയ്യിരിക്കുന്ന ഈ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ മണിയുടെ കിലുക്കും അനുസരിച്ച് മാത്രമേ മീൻ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, മൂന്ന്. നാലാമത്തെ കെട്ടുമാണ്. എവിടെയാ ഈ സൈഡ്? ചെറിയ മീൻ വന്നുകൊണ്ട് കൊത്തിയതാണ്. ഈ സൈഡ് കേട്ടത്? ഏത് സൈഡ്? ഈ സൈഡ്. ഈ സൈഡ് ഇത് ഇവിടെ അല്ലേ? അടിക്കല്ലേ. അതന്നെ. കറക്റ്റ് ബ്ലാങ്ക്. എവിടെ ഉണ്ടോ നേരത്തെ? എവിടെ ഉണ്ടോ? പക്ഷെ ചിറക് കാണുന്നില്ല സാധനത്തിന്. അങ്ങനെ പറയൂല. ഇതിൽ മറ്റേ സാധനമാണ് കേട്ടോ. ഇത് മീനാവളെ ഈലാണ്, പക്ഷെ ഇതിന് ചിറക് കാണത്തില്ല. നമുക്കതിനെ റിലീസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഈലാണ്, കണ്ടില്ലേ? ഇത് നമ്മളെ ചൈനക്കാരെ വീഡിയോയിലൊക്കെ ഈ സാധനത്തിനെ കാണിക്കുന്നുണ്ട്. അതായത് ചിറക് കാണത്തില്ല. അവരതിനെ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മളാരും അങ്ങനെ ഇതിന് ചിറവില്ലാത്തതുകൊണ്ട് എടുക്കാറില്ല. എടുക്കുന്ന ആൾക്കാർ കാണും, നമ്മൾ എടുക്കാറില്ല. കിട്ടിയത് കൂറ മീനായി പോയി. അപ്പോൾ കാശ് നമ്മൾ 6 ചൂണ്ടയാണ് ഇവിടെ കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. 6 മാത്രമേ കെട്ടിയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നല്ല പായലുണ്ട്, നല്ല പാടുണ്ട് കേട്ടോ അതിൻ്റെ താഴെ എറിഞ്ഞിടാനായിട്ട്. 6 ചൂണ്ട സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനി കട്ടനിടാൻ പോവുകയാണ്. അല്ലേ അവനു? ഓക്കെ, യെസ്, കമോൺ. നല്ല ക്ഷീണമുണ്ട് കാണാമോ? വാവ്, അങ്ങനെയുണ്ട്. സെറ്റ് സാധനം അല്ലേ? കട്ടനാണ്. ആരും ഒന്നും വേറെ ഒന്നും വിചാരിക്കണ്ട. അനങ്ങും നല്ല ചെറുതായിട്ട്. എവിടെ എവിടെ നോക്കിയടാ? നമ്മളിവിടെ പോയി എടുത്തോ. സൂപ്പർ ബ്ലാങ്ക്. ഇതാണ് നേരത്തെ നമ്മൾ പോയി താനേ താണോ? ഗൈസ്, ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. നമ്മുടെ ഷാനവാസ് ബ്രോ ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊഞ്ചിനെ കോരി പിടിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഷാനവാസ് ബ്രോ നമ്മുടെ കായലിലോട്ട് ഇറങ്ങി ഫുള്ള് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
മുട്ട ഇരിക്കുന്ന ഇല്ലല്ലോ, മുട്ട ഇല്ല. അകത്തോട്ടല്ലാണ് ഏതാ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. 7 മണിക്ക് മുമ്പ് വിളിക്കാൻ പറഞ്ഞു. ഓന്ന് പറഞ്ഞു. കിട്ടും. എങ്ങനെയുണ്ട്? സെറ്റായിട്ടില്ലേ? പറ്റിനെ നമുക്ക് അടിച്ചിരിക്കുന്ന ഹമോറാണ്. ആണല്ലേ? അയ്യോ എൻ്റെ പൊന്നെ, ഇവിടെ ഈ മണ്ണുള്ളതുകൊണ്ട് ചൂടുള്ളതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി കിടക്കും. ചെറിയ അത് പോകില്ല. പൊട്ടലെന്നാണ് നമ്മൾ പറയുന്നത്. നല്ലത് അടുത്തോട്ടെ അടന്ന അഞ്ഞടി. പാമ്പുകളുടെ കോട്ടയിലാണ് കേട്ടോ നമ്മളീ പോയി ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. കടിക്കാൻ പിടിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇടാം. വടി കണക്കായിരിക്കുന്നുണ്ട. എന്നെ വിടാ. ഞാൻ അവൻ എൻ്റെ പുറത്തിടണമെങ്കിൽ അടിച്ചപ്പോഴേ വിഴുങ്ങും കേട്ടോ. ഹമൂറാണ്. 1 കിലോ വരുമോ? 1.5 കിലോ വരും. രണ്ടും കൂടെ 1.5 കിലോ വരും. ഈ ഏരിയയിൽ കൂടെ ടോർച്ച് ഇല്ലാതെ പോയി ചവിട്ടണമെന്നുണ്ടെങ്കിൽ കടി ഉറപ്പാണ് കേട്ടോ, 100% ഉറപ്പാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഫിഷിംഗ് നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു, സെറ്റപ്പ് സംഭവമായിരുന്നു. അല്ലേ, നല്ല കിലുക്ക് കേൾക്കുമ്പോൾ ഓടിച്ചെല്ലും, മീനെ പിടിക്കാനായിട്ട് ഓടിച്ചെല്ലും. ഒരു പ്രാവശ്യം മണി വെള്ളത്തിൽ വീണ് അങ്ങ് താഴ്ന്നു പോയി, പക്ഷേ മീൻ മിസ്സായി പോയി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ മനു? പിന്നെ അപ്പോൾ എന്തായാലും ഇതുപോലെ വീഡിയോസിന് വേണ്ടി നമ്മൾ ഇനി വരുന്നതായിരിക്കും. സെയിം സംഭവം നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ ഇനിയും കാണാം അല്ലേ? അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.